കോട്ടയം ലുലുമാളും പാലക്കാട് ലുലുമാളും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ. ഈ രണ്ട് മാളുകളും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളതാണ്. കോട്ടയം ലുലുമാളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലിയർ വ്യൂ ആണ്. നമ്മൾ കോട്ടയം ലുലുമാളുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ പാർക്കിങ്ങിന് വേണ്ടി വലിയൊരു സ്പേസാണ് ഫ്രണ്ടിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത്. സാധാരണ നമ്മളൊരു മാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. കോട്ടയം ലുലുമാൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ മാളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പാർക്കിംഗ് എവിടെ ചെയ്യണമെന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം. 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കോട്ടയം ലുലുമാൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ മാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊരു സ്ക്വയർ ലേഔട്ടിലാണ് ഈ മാളുള്ളത്. എവിടെ നിന്നാലും എല്ലാ ഷോപ്പുകളും കാണാം. താഴെ നിന്ന് നോക്കിയാൽ മുകളിലുള്ള ഷോപ്പുകൾ ഏകദേശം നമുക്ക് കാണാൻ പറ്റും. ഫുഡ് കോർട്ട് ഫില്ലാണോ എന്ന് നോക്കിയിട്ട് മാത്രം മുകളിലേക്ക് പോയാൽ മതി. ഇനിയിപ്പോൾ അവിടെ നല്ല തിരക്കാണെങ്കിൽ നമുക്ക് താഴത്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാം. എല്ലായിടത്തും പോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലുലുമാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. 1.4 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ താഴെയും മുകളിലായിട്ട് ഒട്ടുമിക്ക വലിയ ബ്രാൻഡുകളുണ്ട്. സ്ക്വയർ ടൈപ്പിലുള്ള ഒരു മാളായതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് നടക്കാൻ പറ്റും. കൺജസ്റ്റഡ് ഒന്നും ആയിട്ട് ഫീൽ ചെയ്യില്ല. 2 ഫ്ലോറാണ് ഈ മാളിനുള്ളത്. പക്ഷേ നമുക്ക് ഒരുപാട് സ്പേസ് ഫീൽ ചെയ്യും മാളിനുള്ളിൽ കയറുമ്പോൾ. നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു മാളാണിത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷോപ്പിംഗ് നടത്തി തിരിച്ചു പോകണം എന്നാഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റിയ മാളാണ് കോട്ടയം ലുലുമാൾ. കാരണം എവിടെ നിന്നാലും എല്ലാ ഷോപ്പുകളും കാണാം. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് തീരെ കൺജസ്റ്റഡ് അല്ലാത്തൊരു മാൾ കൂടിയാണ് കോട്ടയം ലുലുമാൾ. പാലക്കാട് ലുലുമാൾ. പാലക്കാട് സിറ്റിയിൽ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ലുലുമാൾ ഉള്ളത്. ഈ കാണുന്നത് കൊച്ചി സേലം ഹൈവേ ആണ്. കാറിലും ബൈക്കിലൊക്കെ വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് മാളിലേക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ പാലക്കാട് തൃശ്ശൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ കടന്നു പോകുന്നതും ലുലുമാളിൻ്റെ മുന്നിൽ കൂടെയാണ്. പാർക്കിംഗ് ആണെങ്കിൽ ഫ്രണ്ട് സൈഡിനും പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, ബേസ്മെൻറ്റിലും പാർക്കിംഗ് ഉണ്ട്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ ലുലുമാൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ലുലുമാളിലെ ഹൈപ്പർ മാർക്കറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് 1 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. ഈ 2 മാളിലും, അതായത് കോട്ടയം ലുലുമാളിലും പാലക്കാട് ലുലുമാളും വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ലുലുമാൾ എവിടെയൊക്കെ വന്നാലും അത് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ഇവിടെയും നല്ല തിരക്കുണ്ട്. ഇപ്പോൾ മാളുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയ ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പാലക്കാട് ലുലുമാൾ പുറത്ത് നോക്കുമ്പോൾ കോട്ടയം ലുലുമാൾ പോലെ തന്നെ തോന്നുമെങ്കിലും ഇതിൻ്റെ ശരിക്കും ഒരു ലീനിയർ ലേഔട്ടാണ്. എല്ലാ ഷോപ്പുകളും നമുക്ക് പല സ്ഥലത്തൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ മാൾ പണിതിട്ടുള്ളത്. ആംബിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കൊച്ചി ലുലുമാളിൻ്റെ ഒക്കെ പോലുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്താണ് ഈ മാളിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് തന്നെ അപ് ടൗണിൽ കയറിയിട്ട് ഒരു കിടിലും ബിരിയാണി അങ്ങോട്ട് കഴിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊച്ചി ലുലുമാളിൻ്റെ പോലെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഷോപ്പിംഗ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഈ മാളിനെ കാണാം. അതായത് നമ്മളിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ പുതിയ ഷോപ്പുകൾ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക് പാലക്കാട് ലുലുമാൾ നടക്കുമ്പോൾ. കോട്ടയം ലുലുമാൾ ഷോപ്പിംഗ് വിത്ത് വിസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ് ആണെങ്കിൽ പാലക്കാട് ലുലുമാളിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഷോപ്പിംഗ് വിത്ത് വൈബ്. നിങ്ങൾക്കിഷ്ടം ഏത് രീതിയിലുള്ള മാളാണെന്ന് കമൻറ്റ് ചെയ്യുക.